ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫോൻസസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് തന്നെ ഫ്രോസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. തയ്യാറാക്കിയ ശേഷം എങ്ങനെയുണ്ടായിരുന്നു എന്ന അഭിപ്രായം കമൻറ്റായും കൂടി അറിയിക്കുക. ഒരു ബൗൾ എടുത്ത ശേഷം ഞാനിപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളാണ് എടുക്കേണ്ടത്. ബീറ്ററും കൊണ്ടാണ് ഇതാക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഫുൾ മുട്ട തന്നെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റർ യൂസ് ചെയ്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ക്ലീൻ ആയിട്ടുള്ള ബീറ്ററും വിസ്കും ആയിരിക്കണം. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറുള്ള മുട്ടയായിരിക്കണം. ഫ്രിഡ്ജ് വെച്ച പാടെ തന്നെ ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ പോയിൻറ്റ്സ് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പെർഫെക്ഷൻ കിട്ടില്ല. ഇനി അതൊന്ന് ബീറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇന്നും ചേർത്ത ശേഷം നേരത്തെ പോലെ ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല പതഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അത് 1/2 കപ്പിൽ 1/4 കപ്പായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് ഇത് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ആദ്യം ഒരു ബാച്ച്, പിന്നെ കുറച്ച്, അല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് ചേർക്കാം. അതുപോലെ തന്നെ ഫുൾ സ്പീഡിലിട്ടിട്ട് ചെയ്താൽ ഇപ്പം ഞാൻ കാണിച്ചു തന്ന പോലെ എല്ലാം തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെല്ലെ ഇട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബുഷിൻ്റെ വാനില എസൻസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതൊരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ബുഷിൻ്റെ അല്ല, കുറേ ബ്രാൻഡിൻ്റെ അതിൻ്റെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വാനില എക്സ്ട്രാക്റ്റും വാനില പൗഡറും ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഏതായാലും കുഴപ്പമില്ല. ഇതും ചേർത്ത ശേഷം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതും ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്കും റെഡിയാവും. ഇത് കുറേ നേരം ബീറ്റ് ചെയ്ത് ഓവർ ബീറ്റായി പോവാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലും ഒലിവ് ഓയിലും ചേർക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒരിക്കലും ചേർക്കാൻ പാടില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് ടോട്ടലി ഡിഫറൻസ് വരും. അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്ത ഒട്ടും പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇതിപ്പം ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഇത് സൈഡിലേക്ക് മാറ്റി നമുക്കൊരു ബൗൾ വെക്കാം. ഇപ്പം കപ്പ് കേക്ക് ആയതുകൊണ്ട് ഞാനിതിപ്പം അരിച്ചെടുക്കുന്നില്ല. നമുക്ക് മുഴുവനായിട്ട് തന്നെ ചേർക്കാം. 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പൊക്കെ എടുക്കാം. എനിക്കിപ്പോൾ 2 മുട്ടയ്ക്ക് 3/4 കപ്പ് ധാരാളമാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇത് 3-in-1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊരു ടേബിൾ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാനിത് മുഴുവൻ എടുക്കാത്തത്. ഇനി നമുക്കിതുപോലത്തെ ഒരു നനവില്ലാത്ത സ്പൂൺ എടുത്തിട്ട് വേണം ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ ഈ പൗഡറെല്ലാം എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഒരു 10-15 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നമ്മുടെ ആ ബാറ്ററിലേക്ക് ഇത് മാറ്റണം. ഇനി നമുക്ക് നമ്മുടെ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്ററിന് പകരം മിക്സിയിൽ ആക്കാം കേട്ടോ. ഇനി ഇത് കുറച്ചായി ചേർത്ത് ബീറ്റർ നമുക്ക് ഒഴിവാക്കാം. ബീറ്റർ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് മെല്ലെ ഇളക്കി കൊടുക്കാം. ഇത് വീഡിയോ ഞാൻ ഇച്ചിരി ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ട്. മെല്ലെ കുത്തി ഇളക്കാനും പാടില്ല. ഒരേ ഡയറക്ഷനിൽ തന്നെ മെല്ലെ ഇളക്കി കൊടുക്കുക. കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ കട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേക്ക് പൊന്തിയ ശേഷം താന്നും പോവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ബാച്ചായിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലതിൽ. നമ്മുടെ ബാറ്റർ ഭയങ്കര തിക്കായിപ്പോവും. ഇത് മെല്ലെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതും ഓവറായിട്ട് അളക്കാൻ പാടില്ല.
ഇത് അവസാനത്തെ ബാച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. മെല്ലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റിബൺ കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടോ നല്ല റിബൺ കൺസിസ്റ്റൻസി ആയി, ചെറിയൊരു തിക്നെസ് ഉണ്ടായതുകൊണ്ട് 1 സ്പൂൺ മിൽക്കൊക്കെ മതിയോ. നമ്മുടെ കപ്പ് കേക്കിൻ്റെ ബാറ്റർ മൗളിലേക്ക് ഒഴിക്കുമ്പോൾ പരന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി തിക്ക് വേണം. നമ്മുടെ അതുകൊണ്ട് ഇപ്പോഴും നല്ല റിബൺ കൺസിസ്റ്റൻസിൻ്റെ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. നമ്മുടെ സാധാ സ്പഞ്ച് കേക്കിൻ്റെ ബാറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൗൾഡിലേക്ക് ഒഴിക്കുമ്പോൾ പരന്നു പോയി എല്ലാം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. വിനീഗർ ചേർക്കുക വെച്ചാൽ നമ്മളിത് ഇതിലെ എല്ലാ പൗഡേഴ്സും എല്ലാ ഐറ്റംസും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പൊന്തി വരില്ല, ചിലപ്പോൾ സോഫ്റ്റ് ആവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിതുപോലത്തെ ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് വടിച്ചെടുക്കാൻ ഇത് സഹായിക്കും. അങ്ങനെ ഇതും കൊണ്ട് മിക്സ് ചെയ്യാനായിരിക്കും നല്ലത്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. ഇത് ഒഴിച്ച ശേഷം നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ പല സൈസിലുള്ള മൗൾഡ് എൻ്റെ അടുത്ത് ഉണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് 100 എണ്ണത്തിന് 150 രൂപ എന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ്. ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടുന്ന, വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇത് പല കളേഴ്സിൽ പല സൈസിലായിട്ടാണ് ഇത് അവൈലബിൾ ആവുന്നത്. നമുക്കിതുപോലത്തെ ഓവനിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ്റെ ട്രേയിലേക്ക് നമുക്ക് വേണ്ടത്രയും വെക്കാം. ഇതിപ്പം ഈ ഒരു ട്രേയിൽ 8 എണ്ണത്തിന് കൂടുതൽ പറ്റില്ല. 7 എണ്ണം ആക്കുവാണെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അപ്പം ഞാൻ എല്ലാ സൈസിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് ഇനി സിലിക്കോണിൻ്റെ ഈ മൗൾഡ് വെക്കുന്ന ഒരു മൗൾഡ് ഉണ്ട്, അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ആക്കാവുന്നതാണ്. ഇപ്പം എല്ലാവരുടെ അടുത്ത് അത് ഉണ്ടാവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ആക്കുന്നത്. അല്ല ഫൈബറിൻ്റെ അതുണ്ട്, അതിൽ വെക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇങ്ങനെ ചെയ്താലും ഷേപ്പിൽ കിട്ടും കേട്ടോ. ചെറുതായിട്ടൊക്കെ പരന്നു പോവാന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നത് നല്ലതായിരിക്കും. അത് നല്ല കോസ്റ്റ്ലിയാണ്. ഇതുപോലത്തെ ട്രെയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം എല്ലാം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കാൻ പറ്റില്ല. ഇനി ഒരെണ്ണം കൂടി വെക്കാൻ സ്ഥലമുണ്ട്. ഇപ്പോൾ ഓറഞ്ച്, ബ്ലൂ, വയലറ്റ് എന്ന കളറിലാട്ടോ വരുന്നത്. ഇത് 2 സൈസിലാണ്. ഇനി ഇത്രയേ വെക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. ബാറ്റർ ഇതുപോലത്തെ ഒരു തവി യൂസ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാം. ഇത് ഒരു തവിയൊക്കെ മതിയാകും. ഈ ചെറിയ സ്പൂണല്ലേ, ഇതിൽ 1 സ്പൂൺ മതി. 2 സ്പൂൺ ഞാൻ ഒഴിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഒഴിച്ചപ്പം അത് പരന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1 സ്പൂൺ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ രണ്ടാമത് ഒഴിച്ചപ്പോൾ അത് ഭയങ്കരമായിട്ടൊന്ന് ഫ്ലാറ്റായി പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് ബേക്കായി വന്നപ്പം തന്നെ ഭയങ്കര ഫ്ലാറ്റായി പോയി. ബാക്കി എല്ലാത്തിലും 1 സ്പൂൺ ചേർത്തതുകൊണ്ട് നല്ല റൗണ്ടിൽ തന്നെ കിട്ടാൻ. ഇനി നമുക്കിത് ഓരോരോ സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യാം, പക്ഷേ ഇത് പേപ്പറിൻ്റെ മൗൾഡ് ആയതുകൊണ്ട് ഓയിൽ അത്ര പിടിക്കണമെന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല. പിന്നെ ഇതിൻ്റെ മൗൾഡ് പേപ്പർ ആയിട്ടുണ്ട്. മൗൾഡ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ ഗ്ലാസ്സിൽ ആക്കിയെടുക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ സ്റ്റീൽ ഗ്ലാസ്സിലും പറ്റും. ഇപ്പോൾ നമ്മുടെ ബാറ്ററെല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് സ്പേസൊക്കെ വിട്ടിട്ട് വെക്കാം. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്യാനൊരു 10-15 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുത്താൽ മതിയോ. ഇനി ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് കുത്തി പൊട്ടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കായി വരുമ്പോൾ എയർ ബബിൾസ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് വലിയൊരു ഹോളായിട്ട് തന്നെ വരും.
അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ടൂത്ത് പിക്ക് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് പൊന്താനും പറ്റും. ഇതെന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ മുകളിലും താഴെയും ചൂടാകുന്ന കോയിലിൽ ഒരു 25 മുതൽ 30 മിനിറ്റിൽ ബേക്കായി കിട്ടും. എനിക്കിവിടെ 25 മിനിറ്റാണ് എടുക്കാറ്. നമ്മുടെ കപ്പ് കേക്കിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ക്രീം തേച്ചെടുക്കാം. ഞാൻ ഒരു കേക്കാക്കിയതിൻ്റെ ബാക്കി കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു, അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു ഇത് ഫോക്കസ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. നോസിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ, എല്ലാവരുടെ അടുത്ത് ഈ നോസിൽ ഉണ്ടാവണമെന്നില്ല. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇത് ഞാൻ ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് അതിൽ പേരില്ലായിരുന്നു. ഇതുപോലത്തെ മാസ്റ്ററിൻ്റെ പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കാം. ഇത് കറക്റ്റ് പൊസിഷനിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. കപ്പ് ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് നോസിലിടുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ചിലവർ തുണിയുടെ പൈപ്പിംഗ് ബാഗ് എടുക്കാറുണ്ട്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യുമ്പം അതിലുള്ള പണ്ടാക്കി അതിൻ്റെ ഒക്കെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കളയാമല്ലോ. ഓക്കെ, ഇനി നമുക്കിതുപോലത്തെ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. പുറത്ത് പോകുന്ന ഉറപ്പാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സിൽ വെച്ച ശേഷം ഇട്ട് കൊടുക്കാം. നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ലോ ടു ഫുള്ള് വരെയുള്ള 1 to 7 എന്നുള്ള സ്പീഡിലാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തത്. ആദ്യം 1 പിന്നെ 2 അങ്ങനെ കൂട്ടി വന്നിട്ട് ബീറ്റ് ചെയ്തതാണ്. ഇങ്ങനെ ക്രീമൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ പല പല സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ നോസിലും നമ്മുടെ ക്രീമൊക്കെ ഒന്ന് കറക്റ്റ് പൊസിഷനിലാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ റെഡിൻ്റെ മാജിക് കളറാണ് മാജിക് കളർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ കയ്യിലും പറ്റില്ല, അതുപോലെ തന്നെ കയ്യിൽ പറ്റിയാൽ പിന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും പോവാൻ. അതുകൊണ്ട് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ജെൽ കളർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല, ഇല്ലയെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ചേർക്കാം. ഒരു ഡ്രോപ്പാണ് ചേർത്തിട്ടുള്ളത്. ഒരു ഡ്രോപ്പിൽ തന്നെ ആവശ്യത്തിലേറെ കളർ കിട്ടും. കൂടുതൽ വേണമെങ്കിൽ കൂടുതലൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് 2 കളറായിട്ട് കിട്ടും, വൈറ്റും റെഡും ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ടിപ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നല്ല കറക്റ്റ് പൊസിഷനിൽ വിപ്പിംഗ് ക്രീമും നോസിലും വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ 2 എണ്ണത്തിൽ ഞാൻ ക്രീം ഇടുന്നില്ല, 2-3 എണ്ണത്തിൽ ഞാൻ ക്രീം ഇടുന്നില്ല, ബാക്കിയിലാണ് ഞാൻ ക്രീം ഇടുന്നത്. ഈ ഒരു അളവിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് 7 കപ്പ് കേക്ക്സാണ്. അത് നിങ്ങളുടെ ഓവൻ്റെ ഡിപ്പെൻഡ് ആയിട്ടിരിക്കും കേട്ടോ. ഇത് സ്റ്റാർ അങ്ങനെ ഓരോരോ ഷേപ്പിൽ ചെയ്യാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ നോസിലും കൊണ്ട് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും കിട്ടിയില്ല. ഇത് സാരില്ല, അടുത്ത പ്രാവശ്യം നമുക്കെല്ലാം ശരിയാക്കാം. ഇത് വേറൊരു ടൈപ്പായിട്ട് ട്രൈ ചെയ്തതാണ്. ഈ നോസിൽ ഉപയോഗിക്കാതെ വെച്ചതായിരുന്നു. അതുപോലെ തന്നെ ഡിസൈനും നോസിലൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ നോസിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. നമുക്കെല്ലാം ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ഇത് 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഒരെണ്ണം ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓരോരോ ഇതായിട്ട് നമുക്ക് എടുക്കാമല്ലോ. അപ്പം ഞാൻ ഒരെണ്ണം ഇതുപോലത്തെ ഒരു പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട്, ഇത് ബെൻഡുള്ള പാലറ്റ് നൈഫാണ്, സ്ട്രെയിറ്റ് ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബെൻഡുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലൊരു ലെവലാക്കി എടുക്കാം. ഈ ഒരു ഒരു പാലറ്റ് നൈഫ് യൂസ് ചെയ്ത് ഇതാക്കുന്നതിൽ നമ്മൾ കപ്പ് കേക്കിൻ്റെ ആ മൗൾഡ് എടുക്കുമ്പോൾ 2 എണ്ണം എടുത്തു പോയി, അതുകൊണ്ട് അങ്ങനെ കാണുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലത്തെ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഓറഞ്ച് ഷെയ്ഡുള്ളൊരു ഷുഗർ ബോളാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്പ്രിങ്കിൾസ്
ഷുഗർ സ്ട്രെയിൻസ് ഒക്കെ ഇടാവുന്നതാണ്, ചോക്ലേറ്റ് സ്ട്രെയിൻസ്. ഇതൊക്കെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന, കേക്ക് സെയിൽ ചെയ്യുന്നിടത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇടുവാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒന്ന് ക്രീം ഇടാത്തതിലും നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രോസ്റ്റിങ് ചെയ്തിട്ടുള്ള കപ്പ് കേക്ക്. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാനില കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഫ്രോസ്റ്റിങ് ചെയ്യാതെയും കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയ ശേഷം എങ്ങനെയുണ്ട് അഭിപ്രായം കമൻറ്റായും കൂടി അറിയിക്കുക. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.